ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈഫിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഈഫിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചു ഈഫ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയാമെന്ന് പഠിച്ചു. ഞാൻ ആ ഒരു പാട്ടിൻ്റെ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചായ ഞാൻ കുടിക്കാറുണ്ട്. ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചായ ഞാൻ കുടിക്കാറുണ്ട്. ഇഫ് ഐ ഗെറ്റ് അപ്പ് ഏർലി ഐ ടേക്ക് എ കപ്പ് ഓഫ് ടീ. എന്നാണ് ശീലങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശീലങ്ങളെക്കുറിച്ച് എങ്ങനെ പറയാം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഈഫിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ്. രണ്ടാമത്തെ ഉപയോഗം എങ്ങനെയാണ്? നമ്മൾ ഭാവിയിൽ എന്താണ് ഫ്യൂച്ചർ, ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദാഹരണം പറയാണ്. അവൻ നാളെ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ അവനെ തീർച്ചയായിട്ടും സഹായിക്കും. അവൻ നാളെ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ സഹായിക്കും. ഭാവിയിൽ ചെയ്യുന്നത് പറയാണ്. അവൾ അവിടെ പോവുകയാണെങ്കിൽ അവൾക്ക് അവനെ കാണാൻ കഴിയും. ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈഫ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഈഫ് ഉപയോഗിക്കുന്നത് ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈഫിൻ്റെ രണ്ടാമത്തെ പാർട്ട് വളരെ പ്രധാനപ്പെട്ടൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈഫിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ്. ഓക്കെ, എന്താണ് ഇതിന് നമ്മൾ പറയും? റിയൽ അല്ലെങ്കിൽ റിയൽ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ. റിയൽ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഫ്യൂച്ചർ. ഇനി നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈഫ് എന്ന് പറയുന്ന വേർഡ് അടങ്ങുന്ന ആ ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈഫ് ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയൊരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ ക്ലോസ് എന്ന് പറയാം. എന്താ പറയുക? ഇത് നമ്മൾ ക്ലോസ് എന്നാണ് പറയുക. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ഒരു മെയിൻ ഭാഗം, സെൻറ്റൻസിൻ്റെ ഭാഗം. ഓക്കെ, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ പറയാം ക്ലോസ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് വിളിക്കാം ഈഫ് ക്ലോസ്. എന്താ പറയുക? ഈഫ് ക്ലോസ് എന്ന് വെച്ചാൽ ഈഫ് അടങ്ങിയിരിക്കുന്ന ആ ഒരു ചെറിയ സെൻറ്റൻസ് പറയാം. അപ്പോൾ ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം നിർബന്ധമാണ് എന്ന് പറയാം. ഈഫ് അടങ്ങിയിരിക്കുന്ന ആ ഒരു ചെറിയ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെൻറ്റൻസ് അതിന് നമ്മൾ പറയും മെയിൻ ക്ലോസ്. എന്താ പറയുക? അതിന് നമ്മൾ വിളിക്കും മെയിൻ ക്ലോസ്. അപ്പോൾ ഈഫ് അടങ്ങിയിരിക്കുന്ന അല്ലാത്ത മറ്റേ സെൻറ്റൻസ് എന്ന് വെച്ചാൽ അടുത്ത സെൻറ്റൻസ് അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അവിടെ നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, വിൽ നമ്മൾ ഉപയോഗിക്കും ഭാവിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലേ. ക്യാൻ നമ്മൾ ഉപയോഗിക്കും ചെയ്യാൻ കഴിയും, എനിക്ക് അവിടെ പോകാൻ കഴിയും, എനിക്ക് അവിടെ കാണാൻ കഴിയും, അവൻക്ക് അവിടെ വരാൻ കഴിയും ആണല്ലോ. അതുപോലെ മേ നമ്മൾ ഉപയോഗിക്കും എന്ത്? ചെയ്യാം എന്ന് വെച്ചാൽ സാധ്യത ഉണ്ട്. ഞാൻ പറയാണ് അവൻ ഇന്ന് ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. അവൻ ഇന്ന് ഇവിടെ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയാം. ഹി മേ കം ഹിയർ. ഹി മേ കം ഹിയർ. ഞാൻ പറയാണ് ഹി വിൽ കം. അവൻ വരും. ഹി വിൽ കം. അവൻ വരും. ഹി ക്യാൻ കം. അവൻക്ക് വരാൻ കഴിയും. ഹി മേ കം. അവൻ വന്നേക്കാം, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ സെൻറ്റൻസ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണത്. നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് നീ ഇവിടെ വരികയാണെങ്കിൽ. നീ ഇവിടെ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പം എങ്കിൽ ഈഫ് അടങ്ങിയിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ ആദ്യം എഴുതാം. ഓക്കെ, അപ്പം നീ ഇവിടെ വരികയാണെങ്കിൽ ആദ്യം നീ ഇവിടെ വരാറുണ്ട്. യു കം ഹിയർ. കണ്ടോ? യു കം ഹിയർ. നന്നായി, സിമ്പിൾ പ്രസൻറ്റ്. യു കം ഹിയർ, നീ ഇവിടെ വരാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈഫ് ചേർക്കുക. അപ്പം എന്തായി? ഈഫ് യു കം ഹിയർ. ഇതിൻ്റെ അർത്ഥമാണ് നീ ഇവിടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എന്താണ്? ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും നമ്മൾ വില്ല് ഉപയോഗിക്കും അല്ലേ? വില്ല് ഉപയോഗിക്കും. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നാണെങ്കിലോ നമ്മൾ ക്യാൻ ഉപയോഗിക്കും. ഞാൻ നിങ്ങളെ സഹായിച്ചോളാം എന്നാണെങ്കിലോ, അല്ലെങ്കിൽ സഹായിക്കാൻ സാധ്യത ഉണ്ടെന്നാണെങ്കിലോ അപ്പം നമുക്ക് മേ ഉപയോഗിക്കാം. ഈ മൂന്നാമത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. കണ്ടോ? ഇതെന്താ അർത്ഥം? നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾ വില്ലിന് പകരം ക്യാൻ ഉപയോഗിക്കുകയാണെങ്കിലോ മീനിങ് മാറി, അർത്ഥം മാറി. എങ്ങനെ? നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇനി നിങ്ങൾ ക്യാന് പകരം മേ ഉപയോഗിക്കുകയാണെങ്കിലോ എന്താ അർത്ഥം? ഇഫ് യു കം ഹിയർ, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചേക്കാം.
സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പം നമുക്ക് ഏതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, അവൻ അവിടെ പോവുകയാണെങ്കിൽ, അവൻക്ക് അവളെ കാണാൻ കഴിയും. കണ്ടോ, കഴിയുന്നതാണ്, കഴിയുന്നതുകൊണ്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അവൻ അവിടെ പോവുകയാണെങ്കിൽ ആദ്യം ഹീ ഗോസ് ദെയർ, സിമ്പിൾ പ്രസൻറ്റ്. ഹീ ഗോസ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ പോകാറുണ്ട്. കാരണം നമുക്ക് എന്താ വേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് അല്ലേ, സിമ്പിൾ പ്രസൻറ്റ് ആണല്ലോ. ഇതിൻ്റെ മുന്നെയാണ് നമുക്ക് ഈഫ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പം ഈഫ് ഹീ ഗോസ് ദെയർ എന്താർത്ഥം? ഈഫ് ഹീ ഗോസ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ പോവുകയാണെങ്കിൽ അവൻക്ക് ഹീ കാണാൻ കഴിയുന്നതാണല്ലോ, ക്യാൻ ഉപയോഗിക്കും ഞാൻ. ഹീ ക്യാൻ സീ ഹെർ അല്ലെങ്കിൽ മീറ്റ് ഹെർ. ഓക്കെ, അവൻ അവിടെ പോവുകയാണെങ്കിൽ ഹീ ക്യാൻ മീറ്റ് ഹെർ. സിമ്പിൾ ആണല്ലോ, തീർച്ചയായിട്ടും. ഇനി അടുത്താണ്, അവർ നന്നായി കളിക്കുകയാണെങ്കിൽ അവർ കളിയിൽ ജയിക്കും. ഉണ്ടോ, ജയിക്കും എന്ന് പറയാം. അവർ നന്നായി കളിക്കുകയാണെങ്കിൽ, അപ്പോൾ അവർ എന്ന് പറയാ THE, they play very well. They play very well എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായി കളിക്കാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈഫ് ചേർത്തു. അപ്പം എന്തായി? ഈഫ് ദേ പ്ലേ വെരി വെൽ, അവർ നന്നായി കളിക്കുകയാണെങ്കിൽ എന്തായി? അവർ ജയിക്കും. They will become, they will win the match. ഓക്കെ, എന്താണ്? അവർ മാച്ചിൽ വിജയിക്കും എന്നായി. ഓക്കെ, ക്യാൻ ഉപയോഗിക്കാം, അതുപോലെ മേ ഉപയോഗിക്കാം, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? ഇനി നമ്മുടെ അടുത്ത സെന്റൻസ് ആണ്, നിനക്ക് സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പറയാം. അപ്പോൾ യു വോണ്ട് ഹെൽപ്പ്. ഓക്കെ, യു വോണ്ട് ഹെൽപ്പ്, നിനക്ക് ഹെൽപ്പ് വേണമെന്നായി അല്ലേ. ഇവിടെ ഈഫ് ചേർത്താലോ എന്തായി? ഇഫ് യു വോണ്ട് ഹെൽപ്പ്, നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്ന് വെച്ചാൽ ചോദിക്കാൻ കഴിയുന്ന അർത്ഥം. യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, വേറെ ഫസ്റ്റ് ഫോം ആണ്. അല്ലേ, നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിച്ചു, യു ആണല്ലോ. അതിനുശേഷം വിൽ, ക്യാൻ, മേ, ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അതിനുശേഷം എപ്പോഴും വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അത് മറക്കരുത്, അത് മറന്നു പോകരുത്. വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ആസ്ക്. അപ്പം എന്താ? ഇഫ് യു വോണ്ട് ഹെൽപ്പ് യു ക്യാൻ ആസ്ക് മീ. ഇനി അടുത്ത് നോക്കാം. അടുത്താണ്, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും. ഇതെന്താണ്? ഇതൊക്കെ ഭാവിയിൽ ചെയ്യുമെന്ന് പറയുന്നത് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നീ നന്നായി പഠിക്കുകയാണെങ്കിൽ യു സ്റ്റഡി, സിമ്പിൾ പ്രസൻറ്റ്, യു സ്റ്റഡി. എന്താർത്ഥം? യു സ്റ്റഡി വെൽ അല്ലെങ്കിൽ വെരി വെൽ. ഇവിടെ നമുക്ക് ഈഫ് ചേർക്കാം. അപ്പോൾ എന്തായി? ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് യു കഴിയും എന്നാണല്ലോ, നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. യു ക്യാൻ പാസ് ദി എക്സാം. പാസ്, വെർബ് ഫസ്റ്റ് ഫോം. യു ക്യാൻ പാസ് ദി എക്സാം, പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുന്നതായി. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുന്നതായി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ്, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് അവിടെ വരാം. എന്ന് പറയാം. നീ എന്നെ, അപ്പോൾ യു കോൾ മീ എന്ന് പറഞ്ഞാൽ നീ എന്നെ വിളിക്കാറുണ്ടെന്നായി അല്ലേ. അപ്പോൾ ഈഫ് ചേർത്തുള്ളൂ. എന്തായി? യെസ്, ഇഫ് യു കോൾ മീ, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരാം. ഐ മേ കം ദെയർ അല്ലെങ്കിൽ ഐ ക്യാൻ കം ദെയർ, എങ്ങനെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇഫ് യു കോൾ മീ ഐ വിൽ കം ദെയർ. ഇഫ് യു കോൾ മീ ഐ ക്യാൻ കം ദെയർ. ഇഫ് യു കോൾ മീ ഐ മേ കം ദെയർ. നമുക്ക് ഏതും എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ്, മഴ പെയ്യുകയാണെങ്കിൽ. അപ്പോൾ മഴ പെയ്യാറുണ്ട് പറയാം. മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, സിമ്പിൾ പ്രസൻറ്റ്, മഴ പെയ്യാറുണ്ട്. ഇതിന് മുന്നേ ഈഫ് ചേർക്കൂ. എന്തായി? ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് കളിക്കില്ല. വി
will not. We will not play. Okay. We will not play today. നമുക്കിതിൻ്റെ ഷോർട്ട് ഫോം എഴുതാം ഇങ്ങനെ won't എഴുതാം. won't. We won't play today. We won't play today. നമുക്ക് പറയാം if it rains we won't play today. ഓക്കെ, ഇനി ഇതും എഴുതാം എങ്ങനെ if it rains we cannot play today. If it rains we may not play today. ഇങ്ങനെ എത്രയും സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. അതുപോലെ വീഡിയോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവ്രിവൺ.